എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ശാരീരിക ആരോഗ്യവും നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ സ്ട്രെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ അതിനെ വിട്ടുമാറാനായിട്ടോ അല്ലെങ്കിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതെല്ലാവർക്കും, ഒരു കുഞ്ഞിന് തൊട്ട് ഒരു വയസ്സായ ആളിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെത്താണ് എന്ന് പറയും. അപ്പം നമ്മളുടെ ആ സമ്മർദ്ദത്തിനെ എങ്ങനെ ഒരാൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ സാമർഥ്യം ഇരിക്കുന്നത്. എത്ര സ്മാർട്ടായിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാം. അത് ചില ടെക്നിക്സുകൾ ഉപയോഗിച്ച് നമ്മൾക്കതിൻ്റെ തീവ്രതയെ കുറയ്ക്കാനേ സാധിക്കുകയുള്ളൂ. അല്ലാതെ സ്ട്രെസ്സിന്, നമുക്ക് എത്ര വലിയ സ്ട്രെസ്സിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, അല്ലേ? അപ്പം നമ്മൾക്ക് ഈ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട ചില ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾക്കിപ്പോൾ ഒരു സമ്മർദ്ദം വരുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ തോട്ട്സും കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു യോഗ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക്, ബ്രെത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് തീവ്രത എപ്പോഴും കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം പോലും പലപ്പോഴും ഞാൻ കോർപ്പറേറ്റിലെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നേക്കാളും മൈൻഡ് മാനേജ്മെൻ്റ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളുടെ മൈൻഡിനെയാണ് മാനേജ് ചെയ്യേണ്ടത്, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മളുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ആദ്യത്തെ ഒരു ടെക്നിക്ക്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും. നമ്മൾക്ക് അറിയാം, നമ്മൾ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അത് മനസ്സും ശരീരവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഹാർട്ട് റേറ്റ് കൂടുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മുടെ ബ്രെത്ത് റേറ്റ്, പാനിക് അറ്റാക്ക് വരുമ്പോൾ ബ്രെത്ത്ലെസ് ആവുന്നു എന്ന് പറയുന്നത്? നമ്മളുടെ വികാരങ്ങളും ബ്രീത്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് തിരിച്ചുള്ള റിവേഴ്സ് സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ തിരിച്ച് ബ്രെത്ത് വർക്കിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം. നമ്മുടെ മൈൻഡ് അസ്വസ്ഥമാവുമ്പോൾ ബ്രീത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ബ്രീത്തിലൂടെ തിരിച്ച് നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു സാരാംശം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു സാഹചര്യം വന്നു, അന്നേരം നമ്മളൊരു പെർഫോം ചെയ്യാൻ പോവാണ്. ചിലവർക്ക് ഒരു സ്റ്റേജ് പെർഫോമൻസിൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആ സമയത്ത് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇതുപോലെ വയറിൽ നമ്മൾ ലൈറ്റായിട്ട് വച്ചതിന് ശേഷം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് തന്നെ ശ്വാസം വിടുക. അത് നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യുന്നേക്കാളും ഒരു എക്സ്ട്രാ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റും കുറച്ചും കൂടെ ആ സമയത്ത് ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ടേയിരിക്കുക. പതുക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഇത് കുറഞ്ഞു വരുന്നതായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡീപ്പ് ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കൈ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് സ്റ്റൊമക്കിൽ വച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് ലങ്സിൽ ഫില്ല് ചെയ്യുക. ദെൻ എക്സെയിൽ ചെയ്ത് അത് മുഴുവനായിട്ട് കളയുക. ഇതാണ് ആദ്യത്തെ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ആൻസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാനിക് അറ്റാക്കിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ബ്രെത്ത് റേഷ്യോ ആണ് 4:6:7. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് 4 ഇൻഹലേഷൻ എടുക്കുന്നു, 6 സെക്കൻഡ് അതിനെ ഹോൾഡ് ചെയ്യുന്നു, 7 സെക്കൻഡ് അതിനെ എക്സെയിൽ ചെയ്ത് കളയുന്നു. അതായത് 4 പിന്നെ ഹോൾഡ് ചെയ്യുക, 7. അപ്പം നമ്മൾ 4 സെക്കൻഡ് എടുത്തു, 6 സെക്കൻഡ് ഹോൾഡ് ചെയ്തു, 7 സെക്കൻഡ് റിലീസ് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതൽ കിട്ടാൻ തുടങ്ങും. ഇത് കൂടാതെ ഈ 4:6:7 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാം. ഫില്ല് ചെയ്ത് വെച്ചു,
ചിലപ്പോൾ നമുക്കൊരു ഇത്തിരി എക്സ്ട്രാ കൂടി ഉണ്ടാവും, സാരമില്ല. പക്ഷേ 4:6:7 പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരെണ്ണം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നതും നമ്മൾ വളരെ ലേസി ആവുന്നതും ഒക്കെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേഷനാണ്. അപ്പോൾ ചിലവർ കണ്ടിട്ടില്ലേ, രാവിലെ തന്നെ വളരെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കാണാം. അതായത് അവർക്കൊരു എനർജി ഇല്ല. അവർ ഇപ്പോൾ ആഹാരം കഴിച്ചാലും എക്സസൈസ് ചെയ്താലും അവർക്കൊരു ക്ഷീണം നമുക്ക് കാണാറുണ്ട്. അത് അവരുടെ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറവ് കൊണ്ടുള്ളതും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഓക്സിജനെ പ്രാണായാമം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സംഭവിക്കുന്ന ഓക്സിജൻ കൂട്ടി എടുക്കുക. നമ്മുടെ ശരീരത്തിൽ ഓക്സിജനേഷൻ ഓരോ സെൽസിലേക്കും കൂടുതൽ എത്തുന്നു. അതുവഴി നമുക്ക് ഭയങ്കര എനർജൈസിങ് ആയിട്ട് നമുക്ക് തോന്നുന്നു. നമ്മളുടെ നിത്യ ജീവിതത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമുക്ക് കൂടുതൽ നന്നാക്കി എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രെത്ത് വർക്കാണ് ഡീപ്പ് ഇൻഹലേഷനും കഫ് ലൈക്ക് എക്സലേഷനും. അതായത് നമ്മളിങ്ങനെ എക്സേൽ ചെയ്ത് ആ ഒരു കിടക്കുന്ന ആ ഒരു ടോക്സിൻസിനെ നമ്മളൊന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ചെയ്തു തരാം. നമ്മളൊന്ന് കഫ് പോലെ, നമ്മളൊരു ചുമ പോലെ നമ്മളത് എക്സേൽ ചെയ്താൽ. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ ഇതൊരു 3 ബ്രെത്ത് വർക്ക് നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്തു നോക്കുക. അത് കൂടാതെ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ വന്നു, അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഒരു കോൾഡ് സ്പ്ലാഷ് ചെയ്യുക. അതായത് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അതേപോലെ തന്നെ കോൾഡ് ഷവറിൻ്റെ അടിയിൽ പോയിട്ട്, നമ്മൾ വീട്ടിലുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ ഷവറിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കുക. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെസ്റ്റ് ബ്രീത്തിങ് എന്ന് പറയുക. അതായത് നമ്മൾ നല്ലൊരു ഇതുപോലെ കടൽ തീരത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെസ്റ്റൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇൻഹേൽ ചെയ്യുക. അതിനുശേഷം നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സേൽ ചെയ്യുക. അതായത് കൈ ഇങ്ങനെ വികസിപ്പിച്ച് ചെസ്റ്റൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് എക്സേൽ ചെയ്യും. ഒന്നുകൂടി ചെയ്യാം. ഇൻഹേൽ ചെയ്യുന്നു, എക്സേൽ ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്രീത്തിങ്ങും ഏതൊരു സാഹചര്യത്തിലും, ആഹാരം കഴിക്കുന്നതോ എംപ്റ്റി സ്റ്റൊമക്ക് ആക്കുന്നതോ അല്ലെങ്കിൽ ഏത് സമയം എന്നുള്ളതൊന്നും പ്രശ്നമല്ലാത്ത കുറച്ച് ബ്രീത്തിങ് എക്സസൈസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്സ് എന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. ആവശ്യം വരുമ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ടിപ്സുമായി ഇനിയും വരാം.